ഹലോ എവ്രി വൺ. ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. അതിൽ ഒരു കൂട്ടം ആളുകൾ ഒരു വീട്ടിനകത്ത് കുറച്ച് നാളത്തേക്ക് ജീവിക്കുന്ന ജീവിതം സ്ട്രീം ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജനനം മുതൽ ഒരാളുടെ ജീവിതം അത്രയും സ്ട്രീം ചെയ്യപ്പെട്ടാൽ എങ്ങനെയിരിക്കും? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ട്രൂമൻ ഷോ. 1998 ജിം ക്യാരി നായകനായി പീറ്റർ വെയർ സംവിധാനം ചെയ്ത സിനിമയാണ് ദ ട്രൂമൻ ഷോ. വളരെ അസാധാരണമാം വിധം പെർഫെക്റ്റ്ലി നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരാളാണ് ഇത് ട്രൂമൻ ബർബാങ്ക്. നല്ല ജോലി, സ്നേഹമതിയായ ഭാര്യ, എന്തും തുറന്ന് സംസാരിക്കാൻ ഒരു ഉറ്റ സുഹൃത്ത്. ട്രൂമാന് തൻ്റെ ജീവിതത്തിനോട് പരാതികളൊന്നുമില്ലെങ്കിലും ഈ ഒരേ റുട്ടീനിലുള്ള ജീവിതത്തിൽ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു സ്വപ്നമുണ്ട്. അങ്ങനെയിരിക്കെ വളരെ സ്ട്രെയിഞ്ചായ പല ഇൻസിഡൻറ്റും ഇയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അതിനുശേഷം ഇയാളുടെ ജീവിതത്തെയും അയാളുടെ ചുറ്റുമുള്ള റിയാലിറ്റിയെയും ചോദ്യം ചെയ്തു തുടങ്ങുന്നു. സത്യത്തിൽ ട്രൂമാൻ്റെ ജീവിതം ഒരു വലിയ പൊള്ളയാണ്. ജനനം മുതൽ ഇക്കാലം അത്രയും അയാളുടെ ജീവിതം 24/7 ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു. ട്രൂമാൻ ഒഴികെ മറ്റെല്ലാവരും അതിൽ പെയ്ഡ് ആക്ടേഴ്സാണ്. ഒരു ഡോമിനകത്ത് സജ്ജീകരിച്ചതായിരുന്നു ആ നഗരം അത്രയും. ട്രൂമാൻ എന്ത് കാണണം, എന്ത് കേൾക്കണം, എങ്ങനെ ചിന്തിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ ഷോയുടെ ഡയറക്ടറാണ്. അതിനായി അവർ നിരന്തരം ട്രൂമാനെ സബ് കോൺഷ്യസ്ലി മാനിപ്പുലേറ്റ് ചെയ്യുന്നത് സട്ടിലായിട്ട് ഈ സിനിമയിൽ പലയിടത്തും കാണിക്കുന്നുണ്ട്. ഈ സിനിമ ഇറങ്ങിയ കാലത്ത് മതത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് ദൈവത്തിൻ്റെ സ്ക്രിപ്റ്റ് ജീവിക്കുന്ന മനുഷ്യ ജീവിതങ്ങളുമായി ഈ സിനിമയെ താരതമ്യം ചെയ്തിരുന്നു. ഈയൊരു റീഡിംഗ് ഇന്നും റെലവൻ്റ് ആയിരിക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ സിനിമയ്ക്ക് പുതിയ മാനങ്ങൾ കണ്ടെത്താനാകും. ട്രൂമൻ ഷോ എന്ന ഈ സിനിമയിൽ ഡയറക്ടറും ഈ ഷോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോർപ്പറേറ്റ്സുമാണ് ട്രൂമാനെ സബ് കോൺഷ്യസ്ലി മാനിപ്പുലേറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് നമ്മളൊക്കെ എന്ത് കാണണം, എന്ത് വാങ്ങണം, എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ അൽഗരിതംസ് ആണ്. പരസ്യങ്ങളൊക്കെയും ഇന്നൊരു ഇൻഫ്ലുവൻസറുടെ ആധികാരികമായ അനുഭവം പങ്കുവെക്കലുകളായി മാറുമ്പോൾ 1998 ഇറങ്ങിയ ഈ സിനിമയിൽ എക്സാക്ട്ലി ഇങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു പ്രൈവറ്റ് ലൈഫ് ഇല്ല. അയാളുടെ പ്രൈവസി കംപ്ലീറ്റ്ലി കോംപ്രമൈസ്ഡ് ആണ്. പ്രൈവസിയുടെ പ്രാധാന്യം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫാമിലി വ്ളോഗിങ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള കണ്ടന്റുകളിലൊക്കെ നമുക്ക് പ്രൈവസി ബ്രീച്ച് ഒരുപാട് കാണാൻ കഴിയും. പലപ്പോഴും ഒരു ക്ലോസ് സർക്കിളിൽ മാത്രം നിൽക്കേണ്ട വീഡിയോകളും വൈറലായും നമ്മളെല്ലാവരും കണ്ടു കാണും. എനിക്ക് തോന്നുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രൈവസി ബ്രീച്ച് അനുഭവിക്കുന്നത് കുട്ടികളാണെന്ന് തോന്നുന്നു. നമുക്കിടയിൽ ഓരോ ഇൻഫ്ലുവൻസറും ഒരു ട്രൂമാൻ ആണെന്ന് തന്നെ പറയാം. ജീവിതത്തെ ഒരു സോഷ്യൽ മീഡിയ പെർഫോമൻസ് ആക്കി മാറ്റാൻ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ്റെ കഥ പറയുന്ന ദ ട്രൂമാൻ ഷോ നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്.